ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. വെൽക്കം ബാക്ക് ടു കൃഷ്ണാസ് സ്റ്റോറി ടൈം. ശ്യാമവർണ്ണൻ കഥ കേൾക്കാം. ശ്യാമവർണ്ണൻ 2-3 ദിവസമായി കേൾപ്പിക്കാൻ തുടങ്ങിയിട്ട് എല്ലാവരും കേട്ടു തുടങ്ങിയിരിക്കുമെന്ന് കരുതട്ടെ. ശ്യാമവർണ്ണൻ എന്ന ഈ പുസ്തകത്തിൻ്റെ രചയിതാവ് ദേവദത്ത് പട്നായക്. മലയാളത്തിലുള്ള വിവർത്തനം ശ്രീലത എസ്. ഓഡിയോ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് കൃഷ്ണകുമാരി. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹാശിസ്സുകൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ഭാഗത്തിലേക്ക്. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ജരാസന്ധൻ്റെ അമ്മമാരും പുത്രിമാരും. മഗധയിലെ രാജാവായ ബൃഹദ്രഥൻ കാശിരാജാവിൻ്റെ ഇരട്ടപുത്രിമാരെ വിവാഹം ചെയ്തു. അദ്ദേഹം അവർ ഇരുവരെയും ഒരേപോലെ സ്നേഹിച്ചു. അതിനാൽ തൻ്റെ ശ്രേഷ്ഠനായ ഒരു പുത്രനെ ഗർഭം ധരിപ്പിക്കുന്നതിന് ഒരു സ്ത്രീയെ പ്രാപ്തയാക്കുന്നതിന് കഴിവുള്ള ഒരു മാന്ത്രിക പഴം അയാൾക്ക് ലഭിച്ചപ്പോൾ അത് 2ആയി മുറിച്ച് ഓരോ പകുതി വീതം രാജ്ഞിമാർക്ക് നൽകുകയും ചെയ്തു. ഇതിൻ്റെ ഫലമായി 2 രാജ്ഞിമാരും അപൂർണരായ നിർജീവ ഭ്രൂണങ്ങളെ ഗർഭം ധരിച്ച് പ്രസവിച്ചു. അവയെ കാട്ടിൽ എറിഞ്ഞു കളയുകയും ചെയ്തു. മാംസത്തിൻ്റെ ഗന്ധത്താൽ ആകർഷിക്കപ്പെട്ട് ജര എന്ന രാക്ഷസി ഉപേക്ഷിക്കപ്പെട്ട 2 ഭ്രൂണങ്ങളും ഭക്ഷിക്കുവാനെത്തി. പക്ഷേ അപ്പോൾ കൗതുകം കൊണ്ടും മാതൃനിർവിശേഷമായ വാത്സല്യം കൊണ്ടും 2 മുറികളും സംയോജിപ്പിച്ച് ഒരു ജീവനുള്ള കുഞ്ഞിനെ സൃഷ്ടിച്ചു. ആ കുഞ്ഞിനെയും കൊണ്ട് അവൾ രാജാവിൻ്റെ സമക്ഷം ചെന്നപ്പോൾ ആ ശിശുവിനെ വളർത്താമോ എന്ന് രാജാവ് അവളോട് അഭ്യർത്ഥിച്ചു. കാരണം 2 രാജ്ഞിമാർക്കും കൂടി ജീവനുള്ള ഒരു കുഞ്ഞിനെ പങ്കുവയ്ക്കാനാവില്ലല്ലോ. ജര ജീവിതത്തിലേക്ക് സംയോജിപ്പിച്ചെടുത്തവനാകയാൽ കുഞ്ഞിന് ജരാസന്ധൻ എന്ന് നാമകരണം ചെയ്തു. ജരാസന്ധൻ രാജാവായപ്പോൾ അയാൾക്ക് മറ്റു രാജാക്കന്മാരെല്ലാം തൻ്റെ കാൽക്കീഴിൽ കുനിഞ്ഞു വന്നിക്കുന്ന ലോകത്തിൻ്റെ മുഴുവൻ രാജാവ് ചക്രവർത്തി ആകണം എന്ന ആഗ്രഹം ജനിച്ചു. അയാളുടെ സേനകൾ ഓരോ ദിക്കിലേക്കും പോയി ഭൂമിയിലുള്ള എല്ലാ രാജാക്കന്മാരെയും തൻ്റെ ഭരണം അംഗീകരിപ്പിക്കുന്നതിന് നിർബന്ധിതരുമാക്കി. അയാളുടെ ഇംഗിതത്തിന് വഴങ്ങാത്തവരെ വധിച്ച് അവരുടെ രാജ്യം പരിപൂർണമായി ചുട്ടെരിച്ച് കളയുകയും ചെയ്തു. യാദവ ഗോത്രങ്ങളുടെ ഭരണ കൂട്ടുകെട്ടുകൾക്ക് മേലും തൻ്റെ ആധിപത്യം വ്യാപിക്കുന്നതിൽ ജരാസന്ധന് സവിശേഷമായ താൽപ്പര്യമുണ്ടായിരുന്നു. കാരണം അവർക്ക് അപ്പുറമായിരുന്നു ധനസമൃദ്ധമായ കുരു പാഞ്ചാല രാജ്യം. യാദവരെ വെറുത്തുകൊണ്ട് വളർന്നു വന്ന കുറച്ചു പേർ ചേർന്ന് ഭരിക്കുന്ന യാദവ ഭരണരീതിയെ രാജാവിൻ്റെ കീഴിലുള്ള ഏകാധിപത്യ ഭരണം കൊണ്ട് പകരം വയ്ക്കുവാൻ ആഗ്രഹിച്ചിരുന്ന കംസൻ തനിക്ക് കുറ്റമറ്റ ഒരു കൂട്ടുകെട്ടായിരിക്കുമെന്ന് അയാൾക്ക് തോന്നി. യഥാർത്ഥത്തിൽ അയാൾക്കും ജരാസന്ധനും തമ്മിൽ പൊതുവായ അനേകം കാര്യങ്ങളുണ്ട്. 2 പേരും സ്വന്തം മാതാക്കളാൽ ഉപേക്ഷിക്കപ്പെട്ടവരാണ്. രാക്ഷസിമാർ എന്ന് കണക്കാക്കപ്പെട്ടിരുന്ന സ്ത്രീകളാൽ വളർത്തപ്പെട്ടവരുമാണ്. അതിനാൽ അസ്ഥി പ്രാപ്തി എന്ന തൻ്റെ 2 പുത്രിമാരെയും കംസൻ ജരാസന്ധന് വിവാഹം ചെയ്തു കൊടുത്തു. കംസനും ജരാസന്ധനും തമ്മിലുള്ള ഈ വിവാഹബന്ധം മധുരയിൽ ഒരു രാഷ്ട്രീയ കൊടുങ്കാറ്റു തന്നെ സൃഷ്ടിച്ചു. അത് സുധർമ്മത്തെ 2ആക്കി. ഈ വിവാഹം വ്രജയ്ക്ക് ജരാസന്ധൻ്റെ സേനകളിൽ നിന്ന് രക്ഷ നൽകുമെന്ന് ഭരിക്കുന്ന ഉപദേശക സമിതിയിലെ ചില മുതിർന്നവർക്ക് തോന്നി. യാദവ ജനാധിപത്യ രാഷ്ട്രത്തിൻ്റെ അവസാന അടയാളപ്പെടുത്തലാണ് അതെന്ന് മറ്റുള്ളവർ വിശ്വസിച്ചു. ഇനി കോളത്തിലുള്ള ഡീറ്റെയിൽ കൂടി വായിക്കുന്നു. 2 പാതിഭാഗങ്ങൾ സംയോജിച്ച് ഒന്നാകുന്നു എന്ന ജരാസന്ധൻ്റെ ജനനകഥ. വിഭക്ത വ്യക്തിത്വം അല്ലെങ്കിൽ 2ഓ അതിലധികമോ സ്പഷ്ടവും സങ്കീർണവുമായ സ്വത്വബോധം പേറുന്ന വ്യക്തിത്വം എന്നിവയിൽ ഏതെങ്കിലുമുള്ള ഒരു മനുഷ്യൻ്റെ കഥ എന്ന നിലയ്ക്ക് യുക്ത്യാനുസൃതമാക്കാവുന്നതാണ്. ജര ഒരു രാക്ഷസിയാണ്. സംസ്കാരരഹിതയായ ഒരു കാട്ടുസ്ത്രീയാണ്. സംസ്കാരശൂന്യയും അപകടകാരിയും അതേസമയം മന്ത്രവിദ്യയിൽ ബ്രാക്കറ്റിൽ മായ
നല്ല ജ്ഞാനവും ഉള്ളവളായിട്ടാണ് പല കഥകളിലും ജലയെക്കുറിച്ച് വിവരിക്കുന്നത്. ഗംഗാ സമതലങ്ങളുടെ ഉയർന്ന ഭാഗത്ത് തഴച്ചു വളർന്നു വന്ന ഇന്ത്യയിലെ പഴയ ജനപദങ്ങൾ അഥവാ ജനാധിപത്യ രാഷ്ട്രങ്ങൾ നശിപ്പിച്ചു കളഞ്ഞ രാജഭരണത്തിൻ്റെ പ്രഭവ കേന്ദ്രമായിരുന്നു ഗംഗാ സമതലങ്ങളുടെ താഴ്ന്ന ഭാഗത്ത് സ്ഥിതി ചെയ്തിരുന്ന മഗധ. ഇവിടെയാണ് മൗര്യവംശം പുഷ്ടിപ്പെട്ടത്. മൗര്യന്മാർക്ക് മുമ്പ് മഗധ ഭരിച്ചിരുന്നത് നന്ദന്മാർ ആയിരുന്നു. മൗര്യന്മാർക്ക് ശേഷം ശുംഗന്മാരാണ് മഗധ ഭരിച്ചിരുന്നത്. അടുത്ത ഹെഡിങ്: വസുദേവൻ ദേവകിയെ വിവാഹം ചെയ്യുന്നു. കംസന്റെ വിവാഹം അയാളെ കൂടുതൽ പ്രബലനും തീവ്ര ഉത്കർഷേച്ഛവും ആക്കി തീർത്തുവെന്നും സുധർമ്മത്തിലുള്ള അയാളുടെ വർദ്ധിച്ചു വരുന്ന സ്വാധീനം യാദവ രീതിയിലുള്ള ജീവിതത്തിന് ഭീഷണിയാകുന്നുവെന്നും ശൂരസേനൻ ഭയന്നു. യാദവരെ സ്വരൂപിപ്പിക്കുന്നതിനു വേണ്ടി തൻ്റെ പുത്രൻ വസുദേവൻ ഓരോ യാദവ ഗോത്രത്തിൽ നിന്നും ഓരോ സ്ത്രീയെ വീതം വിവാഹം ചെയ്യണമെന്ന് ശൂരസേനൻ ആജ്ഞാപിച്ചു. വസുദേവൻ വിവാഹം ചെയ്ത സ്ത്രീകളിലുള്ളവരായിരുന്നു രോഹിണിയും ദേവകിയും. ഗോപാലകരുടെ മുഖ്യനായിരുന്ന യമുനാ നദിയുടെ അങ്ങേക്കരയിലുള്ള ഗോകുലത്തിൽ ജീവിച്ചിരുന്ന നന്ദനായിരുന്നു രോഹിണിയുടെ സഹോദരൻ. ദേവകി കംസന്റെ സഹോദരിയായിരുന്നു. താൻ യാദവരെ പരിഭ്രാന്തരാക്കുന്നു എന്ന് മനസ്സിലാക്കിയ കംസന് താൻ കൂടുതൽ ശക്തനാകുകയാണെന്ന് തോന്നി. വിഷ്ണു പുരാണത്തിൽ ശൗരസേനി എന്ന് പറയുന്നത് രാമൻ്റെ ഇളയ സഹോദരനായ ശത്രുഘ്നൻ്റെ പിന്മുറക്കാരാണ്. ഗംഗാസമതലത്തിലെ അഹിർ ഗോത്രം എന്ന പുരോഹിത വിഭാഗത്തിൻ്റെ സ്ഥാപകനായ സുരഭീർ എന്ന ആളുമായി ശൗരസേനി ബന്ധപ്പെട്ടിരിക്കുന്നു. ജൈനമത പുരാണേതിഹാസങ്ങളിൽ സ്ത്രീകൾക്ക് അപ്രതിരോധ്യരായ പുരുഷന്മാരായ 24 കാമദേവന്മാരിൽ ഒരാളാണ് വസുദേവൻ. തനിക്ക് വേണ്ടി ഭാര്യമാരെ കണ്ടുപിടിക്കുന്നതിനു വേണ്ടി അയാൾ ലോകമെമ്പാടും നടത്തിയ സാഹസ പ്രവൃത്തികൾ വസുദേവ ഹിന്ദി എന്ന അറിയപ്പെടുന്ന ഒരു നാടോടി കഥാ സമാഹാരത്തിലുണ്ട്. ബൃഹത് കഥാസാഗരം അഥവാ കഥകളുടെ സമുദ്രം എന്ന പേരിൽ മധ്യകാല ഇന്ത്യയിൽ അറിയപ്പെട്ടിരുന്ന നാടോടി കഥാ സമാഹാരവുമായി ഇതിന് സാദൃശ്യമുണ്ട്. രോഹിണിയെ ഭാര്യയാക്കി അയാൾ മടങ്ങിയെത്തുന്നു. അതിനുശേഷം കംസൻ അയാൾക്ക് ദേവകിയെ കൈപിടിച്ചു നൽകി വിവാഹം ചെയ്തു കൊടുക്കുന്നു. കഥയുടെ ചില വ്യാഖ്യാനങ്ങളിൽ വസുദേവൻ ദേവകൻ്റെ 7 പുത്രിമാരെ വിവാഹം ചെയ്യുന്നു. അതിലെ ഏറ്റവും ഇളയവളെയാണ് ദേവകി എന്ന് വിളിക്കുന്നത്. ഇത് ദേവകിയെ കംസന്റെ ബന്ധു സഹോദരിയാണ് ആക്കുന്നത്, നേർ സഹോദരിയല്ല. ഇത്രയും ഭാഗം ഡീറ്റെയിൽ ആയി കൊടുത്തതാണ് പ്രത്യേക കോളത്തിൽ. അടുത്ത ടോപ്പ് ഹെഡിങ്: കംസന്റെ മരണം പ്രവചിക്കപ്പെടുന്നു. യാദവരുടെ ഇടയിൽ ആരെയെങ്കിലും കംസൻ സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ അത് ദേവകിയെയും അവളുടെ ഭർത്താവ് വസുദേവനെയുമാണ്. അവരുടെ വിവാഹ ദിവസം നവവിവാഹിതരുടെ രഥത്തിൻ്റെ സാരഥിയായി സേവനം ചെയ്യാമെന്ന് കംസൻ സന്നദ്ധത പ്രകടിപ്പിച്ചു. സഹോദര നിർവിശേഷമായ ആ സ്നേഹപ്രകടനം എല്ലാവരെയും വികാരാധീനരാക്കി. എന്നിരുന്നാലും മധുരയിലെ തെരുവുകളിലൂടെ ആ രഥം നീങ്ങിയപ്പോൾ ഒരു വിചിത്ര ശബ്ദം ആകാശത്തിൽ നിന്നും മുഴങ്ങി. തൻ്റെ സഹോദരിയുടെ വിവാഹാഘോഷം നടത്തുന്ന കംസൻ ഒരു വിഡ്ഢിയാണ്. അവളുടെ 8ാമത്തെ പുത്രനാൽ അയാൾ വധിക്കപ്പെടും. ഈ ശബ്ദം ആകാശത്തു നിന്ന് കേട്ടതും കംസന്റെ ഹൃദയം ഭയം കൊണ്ട് നിറഞ്ഞു. അയാൾ തൻ്റെ അമ്മയുടെ ശാപം ഓർമ്മിച്ചു. ദേവകിയുടെ മുടി കുത്തിപ്പിടിച്ച് അവളെ നിഗ്രഹിച്ച് സ്വയം രക്ഷിക്കാൻ തീരുമാനിച്ച് അയാൾ തൻ്റെ വാളെടുത്തു. അമ്മയും ഇല്ല, 8ാമത്തെ കുഞ്ഞുമില്ല. അയാൾ ആക്രോശിച്ചു. വസുദേവൻ കംസനോട് അരുതേ എന്ന് യാചിച്ചു. രാജാവിൻ്റെ ലക്ഷ്യത്തോടും അയാളുടെ ദയാവായ്പിനോടും വസുദേവൻ ദൈന്യതയോടെ അപേക്ഷിച്ചു. ഒരു സ്ത്രീയെ വധിക്കുന്ന പുരുഷൻ രാജാവായിരിക്കുന്നതിന് അർഹനല്ല.
ഒരു സ്ത്രീയെ നിഗ്രഹിച്ചതിൻ്റെ പേരിൽ വിഷ്ണു പോലും ശുക്രനാൽ ശപിക്കപ്പെട്ടിട്ടുണ്ട്. അവളുടെ ജീവിതം രക്ഷിക്കണം. അങ്ങയ്ക്ക് എന്ത് ചെയ്യുവാനാണോ തോന്നുന്നത് അത് ചെയ്യത്തക്ക വിധം ഞാൻ എൻ്റെ 8ാമത്തെ പുത്രനെ അങ്ങയെ ഏൽപ്പിക്കാം. കംസൻ തൻ്റെ വാൾ താഴ്ത്തി. കാരണം വസുദേവൻ തൻ്റെ വാഗ്ദാനം തെറ്റിക്കില്ല എന്ന് അയാൾക്കറിയാമായിരുന്നു. ഗ്രീക്ക് പുരാവൃത്തങ്ങളിൽ സിയൂസ്, ജാസൺ, പെർസ്യൂസ്, ഈഡിപ്പസ് തുടങ്ങിയ കഥകൾ പോലെ രാജാവ് ഒരു കുഞ്ഞിൻ്റെ, പലപ്പോഴും അയാളുടെ സന്താനമോ അല്ലെങ്കിൽ പൗത്രനോ തന്നെ ആയിരിക്കും അത്, കൈകളാൽ വധിക്കപ്പെടുമെന്ന് വെളിപാടുകൾ പ്രവചിക്കുന്ന മട്ടിലുള്ള രൂപരേഖയാണ് ഈ കഥ പിന്തുടരുന്നത്. കുഞ്ഞ് ജനിക്കുമ്പോൾ തന്നെ അതിനെ കൊല്ലുന്നതിന് രാജാവ് ശ്രമിക്കുന്നു. പക്ഷേ കുഞ്ഞിന് ആ ശ്രമത്തെ അതിജീവിക്കുകയും പ്രവചനം നിറവേറ്റും വിധം തുടർ ജീവിതം നയിക്കുകയും ചെയ്യുന്നുവെന്ന് സാഹചര്യങ്ങൾ ഉറപ്പാക്കുന്നു. കൃഷ്ണനെക്കുറിച്ചുള്ള അനേകം കഥകൾക്കും ഗ്രീക്ക് സ്വാധീനമുണ്ട്. യഥാർത്ഥത്തിൽ ഭാഗവത സമ്പ്രദായത്തിൻ്റെ ഉദയത്തെക്കുറിച്ചുള്ള ഏറ്റവും ആദ്യകാല പരാമർശങ്ങൾ 2000 വർഷങ്ങൾക്ക് മുൻപ് ഉപഭൂഖണ്ഡത്തിൻ്റെ വടക്കൻ പ്രദേശങ്ങളിൽ പുഷ്ടി പ്രാപിച്ചിരുന്നു. ഇന്ത്യ ഗ്രീക്ക് രാജാക്കന്മാരുടെ അഥവാ യവനന്മാരുടെ നാണയങ്ങളിലും ശിലാലിഖിതങ്ങളിലും നിന്നാണ്. ജൈനമതക്കാരുടെ മഹാഭാരതത്തിൽ വസുദേവനും കംസനും ചങ്ങാതിമാരാണ്. മഗധയിലെ സിംഹാർത്ത രാജാവിനെ ഭ്രഷ്ടനാക്കുന്നതിന് അവർ ഇരുവരും ജരാസന്ധനെ സഹായിക്കുകയും ചെയ്യുന്നുണ്ട്. ഉപകാരസ്മരണയായി ജരാസന്ധൻ തൻ്റെ മകൾ ജീവാദ്യാസിയെ കംസന് വിവാഹം ചെയ്ത് നൽകുന്നുണ്ട്. അതിനുശേഷം ഉഗ്രസേനനെ സ്ഥാനഭ്രഷ്ടനാക്കുന്നതിനും അങ്ങനെ രാജാവാകുന്നതിനും വസുദേവൻ കംസനെ സഹായിക്കുന്നുമുണ്ട്. ഇതിൻ്റെ ഉപകാരസ്മരണയ്ക്കായി കംസൻ സ്വന്തം സഹോദരിയായ ദേവകിയെ വസുദേവന് വിവാഹം കഴിച്ച് നൽകുന്നുമുണ്ട്. ജീവദ്യാസ തപസ്വിയായ അതിമുക്തയെ അപമാനിക്കുകയാൽ അവളുടെ പിതാവായ ജരാസന്ധനും ഭർത്താവായ കംസനും ദേവകിയുടെ 8ാമത്തേതല്ല കുഞ്ഞിനാൽ വധിക്കപ്പെടുമെന്ന് അതിമുക്ത ജീവദ്യാസയെ ശപിക്കുന്നുമുണ്ട്. ഇനി അടുത്ത ഹെഡിങ്, ദേവകിയുടെ ആദ്യ പുത്രൻ്റെ അന്ത്യം. 9 മാസങ്ങൾ കഴിഞ്ഞപ്പോൾ ദേവകി തൻ്റെ ആദ്യത്തെ പുത്രന് ജന്മം നൽകി. ആദ്യം കംസൻ സന്തുഷ്ടനായിരുന്നു. പക്ഷേ അധികം വൈകാതെ അയാളിൽ ഭയം പിടിമുറുക്കി. തൻ്റെ സഹോദരിയെ രാഷ്ട്രീയപരമായ കാരണങ്ങളാൽ വിവാഹം ചെയ്ത ശൂരസേന പുത്രനായ വസുദേവനെ എങ്ങനെ അയാൾക്ക് വിശ്വസിക്കുവാൻ കഴിയും? തൻ്റെ മുന്നിൽ അവസാനം സന്നിഹിതനാക്കപ്പെടുന്ന കുഞ്ഞുപോലും ദേവകിയുടേതു തന്നെ ആയിരുന്നുവോ എന്നയാൾ എങ്ങനെ അറിയും? പിന്നെയല്ലേ അവളുടെ 8ാമത്തേത്. കംസൻ ദേവകിയുടെ അന്തഃപുരത്തിലേക്ക് കാൽ നീട്ടിവെച്ച് നടന്നു കയറി. നവജാത ശിശുവിനെ അതിൻ്റെ കാലുകളിൽ തൂക്കിപ്പിടിച്ച് എല്ലാവരെയും ഭയപ്പെടുത്തിക്കൊണ്ട് അതിൻ്റെ ദുർബലമായ ശിരസ് കൽഭിത്തിയിൽ വീശിയെറിഞ്ഞു. പിന്നെ അയാൾ ദേവകിയെയും വസുദേവനെയും അവരുടെ മുറിയിൽ തടങ്കലിലാക്കി. പ്രവേശന കവാടത്തിൽ കാവൽക്കാരെ നിയോഗിച്ചു. ഓരോ ഗർഭത്തെക്കുറിച്ചും തനിക്ക് വിവരം നൽകണമെന്ന് സൂതികർമ്മിണികൾക്ക് നിർദ്ദേശവും നൽകി. അയാൾ അവളുടെ എല്ലാ സന്താനങ്ങളെയും വധിക്കും, 8ാമത്തേതിനെ മാത്രമല്ല. തങ്ങളുടെ ജീവനെക്കുറിച്ചുള്ള ഭയം മൂലം വസുദേവൻ്റെ മറ്റു ഭാര്യമാർ മധുര വിട്ടുപോയി. താന്താങ്ങളുടെ പിതാക്കന്മാരുടെയും സഹോദരന്മാരുടെയും വീടുകളിൽ അഭയം പ്രാപിച്ചു. രോഹിണി ഗോകുലത്തിലുള്ള തൻ്റെ സഹോദരനൊപ്പം താമസിക്കുവാൻ പോയി. ഭാഗവത കഥകളിൽ പലപ്പോഴും സ്വർഗത്തിൽ വസിക്കുന്ന, ഭൂമിയിലും സ്വർഗത്തിലും അലഞ്ഞുതിരിയുന്ന സന്യാസിയായ നാരദനാണ് ദേവകിയുടെ നവജാത ശിശുവിനെ വധിക്കുവാൻ കംസന് പ്രേരണ നൽകുന്നത്. ഭക്തി പാരമ്പര്യപ്രകാരം കംസൻ്റെ
ഭയാനകങ്ങളായ പ്രവൃത്തികൾ ദൈവം ഭൂമിയിൽ അവതരിക്കുന്നതിനും അയാളെ തൻ്റെ ഐഹികമായ ബന്ധനങ്ങളിൽ നിന്നും മോചിതരാക്കുന്നതിനും നിർബന്ധിതനാക്കുന്നതിനു വേണ്ടിയുള്ള വിപരീത ഭക്തി ഉപാസനയാണ്. ഇതോടുകൂടി ഇന്നത്തെ ഭാഗം അവസാനിപ്പിക്കുകയാണ്. അടുത്ത ദിവസം സുധർമ്മത്തിൻ്റെ പതനം എന്ന ഭാഗം കേൾപ്പിക്കാം. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക്, ഷെയർ, കമൻറ്റ് എന്നിവ നൽകി ചാനലിനെ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.